നമസ്കാരം. പ്രധാന വാർത്തകൾ. തൊടുപുഴയിൽ റോഡുകളുടെ പേരുകൾ ചിലർ തന്നിഷ്ടം പോലെ മാറ്റുന്നത് അനുവദിക്കില്ലെന്ന സർവകക്ഷി യോഗം. അനധികൃത പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യും. നാഗപ്പുഴ പള്ളിയിൽ തിരുനാളിന് കൊടിയേറി. ഇന്ന് ലോക അധ്യാപക ദിനം. വിദ്യാലയങ്ങളിൽ വിവിധ ചടങ്ങുകൾ നടന്നു. വാർത്തകൾ വിശദമായി. തൊടുപുഴയിലെ റോഡുകളുടെ പേരുകൾ ചില സംഘടനകൾ തന്നിഷ്ടം പോലെ മാറ്റുന്നത് അനുവദിക്കില്ലെന്ന നഗരസഭ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം. അനധികൃത പരസ്യ ബോർഡുകൾ മുഴുവൻ അടിയന്തരമായി നീക്കം ചെയ്യുവാൻ ധാരണയായി. തൊടുപുഴ നഗരസഭാ പ്രദേശത്തെ റോഡുകൾക്ക് ചില സംഘടനകൾ തന്നിഷ്ടം പോലെ പേരുകൾ നൽകുന്നത് അംഗീകരിക്കേണ്ടതില്ലെന്ന് സർവകക്ഷി യോഗത്തിൽ ധാരണയായി. പരമ്പരാഗതമായ പേരുകളും സൈൻ ബോർഡുകളും നിലനിൽക്കുമ്പോൾ ചില സംഘടനകൾ പുതിയ പേരിട്ട് ബോർഡുകൾ വെച്ച് പോകുന്നത് അംഗീകരിക്കില്ല. ഇത്തരം കാര്യങ്ങളിൽ മുനിസിപ്പൽ കൌൺസിലിനാണ് അധികാരം. നഗരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള അനധികൃത പരസ്യ ബോർഡുകൾ അടിയന്തരമായി നീക്കം ചെയ്യണം. പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്ന സംഘടനകളും സ്ഥാപനങ്ങളും ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണമെന്നും യോഗം നിർദ്ദേശിച്ചു. ഇത്തരം കാര്യങ്ങളിൽ നഗരസഭ അധികാരം വിനിയോഗിക്കാൻ മടിക്കുന്നതാണ് കയ്യേറ്റങ്ങൾക്ക് കാരണമെന്ന് ചില നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പുഴ മലിനീകരിക്കുന്നവർക്കെതിരെ നടപടികൾ കർശനമാക്കുന്നില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. സർവകക്ഷി യോഗത്തിലെ തീരുമാനങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കുമെന്ന് ചെയർമാൻ ടി ജെ ജോസഫ് വ്യക്തമാക്കി. ഇനി ആരും മുനിസിപ്പൽ കൌൺസിൽ അറിയാതെ ആരും കൊണ്ടുപോയി ഒരു റോഡ് പേര് ഇട്ടാൽ അപ്പൊ തന്നെ അത് പറിച്ചു കളയേണ്ടതായിട്ട് വരും. പിന്നെ അതിന്റെ അകത്ത് വേറെ രീതിയിൽ ആരും കാണുന്നു. കാരണം എനിക്ക് ഒരു മതത്തോടും സ്നേഹമില്ലാതെ വെറുപ്പൊന്നുമില്ല. ഞാൻ എന്ന് പറഞ്ഞത് എല്ലാ മതങ്ങളും വിശ്വസിച്ച് പോകുന്നവരാണ്. പക്ഷെ അതുകൊണ്ട് ഇന്ന മതത്തിനോട് കൂടുതൽ താല്പര്യമൊന്നും എനിക്കില്ല. ക്രിസ്ത്യാനി കൊണ്ടുപോയി എവിടെയെങ്കിലും ഒരു ബോർഡ് വെക്കണം, അതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് എന്നെ കിട്ടത്തില്ല, ഞാൻ ചെയ്യത്തില്ല. അതുകൊണ്ട് അതെല്ലാവരും ആ നിലപാട് സ്വീകരിക്കണം. കാരണം അതെല്ലാവരും സ്വീകരിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കൂ. അതുപോലെ ബോർഡ് വെക്കുന്ന കാര്യത്തിൽ ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിങ്ങുകളും അതുപോലെ യോഗങ്ങളും ഒക്കെ നടക്കുമ്പോൾ ബോർഡ് വെക്കാനെന്ന് പറഞ്ഞാൽ വെക്കാനിരിക്കില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് റോഡിന്റെ സൈഡിൽ കൂടെ വെക്കുക, ആർക്കും അസൗകര്യം ഇല്ലാത്തവർക്ക് കൊണ്ട് വയ്ക്കുക. അതല്ലാതെ ഏറ്റവും നന്നായിട്ട് കാഴ്ച കിട്ടാൻ വേണ്ടി ഈ പറയുന്ന ഐലൻഡിന്റെ മുകളിൽ അത് സ്ഥാപിച്ചേക്കാന്ന് വെച്ചാൽ അത് തടസ്സമാണ്. വാഹനങ്ങൾ വരുമ്പോൾ കാണാൻ കൊള്ളാതെ വരുന്ന തടസ്സമുണ്ട്. മുനിസിപ്പൽ കൌൺസിലർമാർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ, വാഹന ഉടമകൾ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. തീർത്ഥാടന കേന്ദ്രമായ നാഗപ്പുഴ പള്ളിയിൽ തിരുനാളിന് കൊടിയേറി. കോതമംഗലം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫ്രാൻസിസ് ആലപ്പാട്ട് തിരുനാളിന് കൊടി ഉയർത്തി. തുടർന്ന് ഭക്തി നിർഭരമായ തിരുനാൾ കുർബാനയും ഉണ്ടായിരുന്നു. മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചെറുകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ, ഞങ്ങളെ നീ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിലും വിശന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ.
സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് വിദ്യാലയങ്ങളിൽ വിവിധ ചടങ്ങുകൾ നടന്നു. കുമാരമംഗലം MKNM ഹൈസ്കൂളിൽ വിവിധ ചടങ്ങുകൾ നടന്നു. പ്രധാന അധ്യാപിക വിജയലക്ഷ്മിയെ അധ്യാപകർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് ക്ലാസ് ലീഡർമാർ അധ്യാപകരെ ആദരിച്ചു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് നടന്ന ഉപന്യാസ മത്സരങ്ങളിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ നൽകി. നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന സർവപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5. ഈ ദിവസം അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി തന്നെയാണ് നമ്മൾ അധ്യാപക ദിനം ആചരിക്കുന്നത്. ഒരു ദരിദ്ര കുടുംബത്തിൽ സർവേപ്പള്ളി എന്ന ഗ്രാമത്തിൽ ജനിച്ച് നല്ലൊരു വിദ്യാർത്ഥിയായി വളർന്ന് നല്ലൊരു അധ്യാപകനായി ജീവിച്ച് നമ്മുടെ നാടിന്റെ രാഷ്ട്രപതിയായി മാറി നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന അധ്യാപകർക്ക് നല്ലൊരു അധ്യാപകന്റെ മാതൃകയായിട്ടും കുട്ടികൾക്ക് നല്ലൊരു മാതൃക വിദ്യാർത്ഥിയുടെ മാതൃകയായിട്ടും എല്ലാ തരത്തിലും മാതൃകയായി സ്വീകരിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണന്റേത്. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലൂടെയെല്ലാം നിങ്ങൾ കുട്ടികളെല്ലാവരും ഒന്ന് കടന്നു പോകുന്നത് നല്ലതായിരിക്കും. അത് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. മുതിർന്ന ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ താഴ്ന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തതും ശ്രദ്ധേയമായി. ഇടുക്കി ജില്ലാ അധ്യാപക ദിനാഘോഷം തൊടുപുഴ ഡയറ്റ് ലാബ് UP സ്കൂളിൽ നടന്നു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഇന്ദു സുധാകരൻ, എഴുത്തുകാരൻ പായ്പ്ര രാധാകൃഷ്ണൻ, DD അനില ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അധ്യാപകരെ പറ്റി പറയുമ്പോൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ്. കുട്ടികളെ പഠിപ്പിക്കുകയും അവരെ നേർവഴിയിൽ നയിക്കുകയും അവരുടെ ഭാവി ജീവിതം കരുപിടിപ്പിക്കുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ആളുകൾ അധ്യാപകരാണ്. നമുക്കറിയാം, പണ്ടൊക്കെ കുടിശ്ശികൾ എന്നോട് പറയുന്നത് വളരെ ആരോഗ്യമുറപ്പിച്ച ഒന്നായിരുന്നു. പക്ഷെ അത് വരുമ്പോഴും അത് കുറഞ്ഞു മാറി വരുന്നു എന്ന സത്യം നിലനിൽക്കുകയാണ്. എന്നാൽ പോലും അധ്യാപകരോട് അവർ പഠിപ്പിച്ചു വിട്ട കുട്ടികൾക്ക് ബഹുമാനവും സ്നേഹവും ഇന്നും നിലനിർത്തി പോകും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരെ ഏറ്റെടുത്തിരിക്കുന്ന കർത്തവ്യം ശരിയായ രീതിയിൽ നിർവഹിക്കുക എന്ന ലക്ഷ്യം അവർ നടപ്പിലാക്കുന്നു എന്നുള്ളത്. പ്രതിപക്ഷ നേതാവ് പങ്കെടുത്ത അയ്യൻകാളി ജന്മദിനാഘോഷം പാർട്ടി പത്രം തമസ്കരിച്ചെന്ന് KPMS തൊടുപുഴ യൂണിയൻ. ഔദ്യോഗിക പക്ഷത്തിന്റെ താൽപര്യപ്രകാരം ദേശാഭിമാനി ഇത് സംബന്ധിച്ച വാർത്തകൾ പ്രസിദ്ധീകരിച്ചില്ലെന്നാണ് ആരോപണം. ഒന്ന്, ഇത്ര വലിയൊരു ജനകീയ സമ്മേളനം ഞങ്ങൾ തൊടുപുഴയിൽ പ്ലാൻ ചെയ്തപ്പോൾ അത് ആ പ്രോഗ്രാം നടന്ന 4 മാസം മുൻപ് ഒരു സ്വാഗത സംഘം രൂപീകരിച്ച് 15/5/2012 അതിന്റെ ഒന്നാമത്തെ പത്രവാർത്ത തൊടുപുഴയിലെല്ലാം പ്രസിദ്ധീകരിച്ചതാണ്. അതിനുശേഷം 3 പ്രാവശ്യവും ഞങ്ങൾ ഈ വാർത്താ പത്രങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ കൊടുത്തു. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഞങ്ങളുടെ പത്രവാർത്തകൾ ദേശാഭിമാനി ദിനപത്രം വളരെ ലാഘവത്തോടെ കാണുകയും ഇത്ര വലിയ ഒരു സമ്മേളനം നടക്കുന്നതിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം ഒരു കാരണവശാലും മീഡിയകളുടെ മുമ്പിലോ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ദേശാഭിമാനി പത്രം തയ്യാറായിട്ടില്ല. അത് ഞങ്ങളിപ്പോൾ ഇവിടെ ഞങ്ങളുടെ റിട്ടേൺ റിക്വസ്റ്റിൽ തന്നിട്ടുമുണ്ട്. ഇത്തരം ഒരു കാര്യം എന്ന് പറയുന്നത് VS അച്യുതാനന്ദനും CPM തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായെങ്കിൽ അത് പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമായിരിക്കാം. എന്നാൽ ഞങ്ങൾക്കൊയും വയലുകളെല്ലാം ഞങ്ങളുടേതാകും വയലുകളിൽ ഞങ്ങളെ ഒരു പാടിപ്പിച്ചൊരു മഹത്തായ പ്രസ്ഥാനം തെരുവുതാകും രാജവിളംബര പ്രകാരം പുലയ കുട്ടികൾ പഠിക്കാൻ ഞങ്ങളുടെ ആശയും ആവേശവുമായിരുന്ന മഹാത്മാ അയ്യൻകാളുടെ അഭ്യർത്ഥന പ്രകാരം ഞങ്ങൾക്ക് അക്ഷരം പഠിക്കാനുണ്ടായ ഒരു മഹത്തായ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ മഹത്തായ 100ാമത് വാർഷികം കൊണ്ടാടുന്ന ആ ഒരു സമ്മേളനമാണ് 100% ദേശാഭിമാനി പത്രം പുറംതിരിഞ്ഞു നിന്ന് തിരസ്കരിച്ചത് എന്ന് ഈ സമൂഹം മനസ്സിലാക്കണം. ഞങ്ങൾ ഇത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളോട് ഇത്ര കൊടുക്കൂടുക ഈ ഒരു പത്രം കാണിക്കുന്നത് എന്നും ഈ പത്രക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണോ പത്രധർമ്മം എന്ന് പറയുന്നത്? നേരത്തെ അറിയുവാൻ എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ പത്രപാരായണം നടത്തുന്ന ഒരു പത്രം നടത്തേണ്ട പത്രധർമ്മത്തിന്റെ ഒരു മാന്യതയും ആ പത്രം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കാണിച്ചില്ല എന്നത് വളരെ ഖേദകരമായ ഒരു സംഭവമാണ്. സംഘടനയുടെ സംസ്ഥാന നേതൃത്വം പരിപാടിയിൽ പങ്കെടുക്കാത്തത് ജില്ലാ നേതൃത്വം തെറ്റിദ്ധരിപ്പിച്ചത് മൂലമാണെന്നും അവർ പറഞ്ഞു. ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വം തെറ്റിദ്ധരിപ്പിച്ചതിന്റെ ഫലമായി ജില്ലാ നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്,
VS അച്യുതാനന്ദൻ തൊടുപുഴയിൽ വരില്ല എന്നും ഈ സമ്മേളനം തൊടുപുഴയിൽ നടക്കില്ല എന്നുള്ള ഒരു വലിയൊരു പ്രചരണം ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. ആ കേന്ദ്രത്തിന്റെ ഫലമായി ചില ആളുകൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ ജില്ലാ നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് VS പങ്കെടുത്ത ഈ വലിയ ഒരു സമ്മേളനം വളരെ ശുഷ്കമായി തീർക്കുന്നതിന് വേണ്ടിയുള്ള അണിയറ നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. അതിന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക പക്ഷവും കൂട്ടുപിടിക്കുമെന്ന് ഞങ്ങൾ ബലമായി സംശയിക്കുകയാണ്. അതിന് സംശയിക്കേണ്ടതായ ഒട്ടനവധി തെളിവുകൾ ഞങ്ങൾ പക്കലുണ്ട്. ഒരു കാര്യം വളരെ വസ്തുതയാണ്. ഇത്തരമൊരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് പാർട്ടികളും പത്രങ്ങളും എടുക്കുന്ന നിലപാടുകൾ ഒരു പത്രത്തിന്റെ ഭാഗമെന്ന നിലയ്ക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ദേശാഭിമാനിയുടെ ഭാഗത്തുണ്ടായ ഭാഗങ്ങൾ ശരിയാണോ എന്ന് ഈ സമൂഹം വിലയിരുത്തും. മനോരമയിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് VS പങ്കെടുത്ത യോഗത്തിൽ പുലിയർ മകാസുകളുടെ നേതാക്കന്മാർ വിട്ടുനിന്നു എന്നുള്ളതാണ്. ആ വാർത്തയും ശരി തന്നെയാണ്. പക്ഷെ അതിൽ ഏറ്റവും അവസാനമായി പറഞ്ഞിരിക്കുന്നത് തൊടുപുഴ യൂണിയൻ കമ്മിറ്റി വേറൊരു സംഘടന ഉണ്ടാക്കി മാറും എന്നൊരു വാർത്ത വന്നിരുന്നത് അതൊരു ക്ലിയർ മിസ്റ്റേക്കാണ്. അങ്ങനെ ഒരു കാരണവശാലും തൊടുപുഴ യൂണിയൻ കമ്മിറ്റി മഹാസഭയുടെ നിന്ന് വിട്ടുനിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് തെറ്റുപറ്റിയ ജില്ലാ നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും തിരുത്തിക്കൊണ്ട് ഒരു തിരുത്തൽ ശക്തിയായി നിന്നുകൊണ്ട് കേരള പുലിയർ മഹാസഭയുടെ തൊടുപുഴ യൂണിയൻ കമ്മിറ്റി അതിശക്തമായ രീതിയിൽ പ്രവർത്തനം നടത്തും. യൂണിയൻ പ്രസിഡന്റ് KK ഭാസ്കരൻ, സെക്രട്ടറി KM ദാസൻ, ട്രഷറർ PK ചെല്ലപ്പൻ, PS ജിനീഷ് കുമാർ എന്നിവരാണ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തത്. മുതലക്കോടത്ത് സ്വകാര്യ ബസും ടിപ്പറും കൂട്ടിയിടിച്ച 4 പേർക്ക് പരിക്ക്. ബസ് ഡ്രൈവർ ലൌജിൻ, യാത്രക്കാരായ ഗിരീഷ്, കരുണാകരൻ, റീന എന്നിവർക്കാണ് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കുന്നം കോണിക്കമേൽ വളവിൽ ചൊവ്വാഴ്ചയാണ് അപകടമുണ്ടായത്. തൊടുപുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് എതിർദിശയിൽ വന്ന ടിപ്പറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചുപോയ ടിപ്പർ സമീപത്തെ മതിലിൽ ഇടിച്ചാണ് നിന്നത്. ബസ് ഭാഗികമായി തകർന്നു. അമിത വേഗമാണ് അപകട കാരണമെന്ന് പറയപ്പെടുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴയിൽ റോഡുകളുടെ പേരുകൾ ചിലർ തന്നിഷ്ടം പോലെ മാറ്റുന്നത് അനുവദിക്കില്ലെന്ന് സർവകക്ഷി യോഗം. അനധികൃത പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യും. നാഗപ്പുഴ പള്ളിയിൽ തിരുനാളിന് കൊടിയേറി. ഇന്ന് ലോക അധ്യാപക ദിനം. വിദ്യാലയങ്ങളിൽ വിവിധ ചടങ്ങുകൾ നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.